നമസ്തേ. ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ അവധാനേന കർത്തവ്യം എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പഠന പ്രവർത്തനാനി കഥായാഹ ആശയാനുസാരം പദം ചിത്രേണ സഹ യോജയതു. ഈ കഥയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഈ കഥയുടെ ആശയം അനുസരിച്ച് ഇവിടെ വിവേകി, ബുഭുക്ഷിതഃ, ഗർജതി, പാദചിഹ്നാനി പശ്യതി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് സിംഹത്തിൻ്റെ പടവും കുറുക്കൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് സിംഹത്തിനോട് യോജിച്ച കാര്യങ്ങളാണോ കുറുക്കനോട് യോജിച്ച കാര്യങ്ങളാണോ എന്ന് നോക്കിയിട്ട് ചേർക്കണം, വരച്ച് ചേർക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എന്താണ്? വിവേകി, വിവേകമുള്ളവൻ ആരാ? സിംഹമാണോ കുറുക്കനാണോ എന്ന് ചോദിച്ചാൽ കുറുക്കനാണ്. അപ്പോൾ അത് കുറുക്കനിലേക്ക് വരച്ച് ചേർക്കാം. ഇനി ബുഭുക്ഷിതഃ എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കുന്നവൻ ആരാണ്? സിംഹമാണ്. അപ്പോൾ അത് സിംഹത്തിലേക്ക് വരയ്ക്കാം. ഗർജതി, ഗർജിക്കുന്നത് ആരാണ്? സിംഹമാണ്. അപ്പോൾ സിംഹത്തിലേക്ക് വരയ്ക്കാം. പാദചിഹ്നാനി പശ്യതി, കാലടയാളങ്ങൾ, കാൽപ്പാടുകൾ കാണുന്നു. ആരാണ് കാൽപ്പാടുകൾ കണ്ടത്? കുറുക്കനാണ്. അപ്പോൾ അത് കുറുക്കനിലേക്ക് വരയ്ക്കാം. ഇതാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനം. ഇനി രണ്ടാമത്തേത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉചിത വർണ്ണലേപനം കരോതു. ഇവിടെ കാട്ടിലെ മൃഗങ്ങളുടെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒറ്റ മൃഗത്തിനും കളർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ കൊടുക്കാനാണ് പറയണത്. ചിത്രേ കെ സന്ധിതി വദതു. ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്, ആരൊക്കെയുണ്ട് എന്നൊന്ന് പറയാനാണ് പറയണത്. ഇപ്പോൾ മയിലുണ്ട് അല്ലേ? മയിലിന് എന്താ പറയുക? മയൂരഹ എന്ന് പറയാം. ഇനി കരടിയുണ്ട്, കരടിക്ക് ഭല്ലൂകഹ എന്ന് പറയാം. പിന്നെ കടുവയുണ്ട്, കടുവയ്ക്ക് വ്യാഘ്രഹ എന്ന് പറയാം. ആനയ്ക്കോ ഗജഹ എന്ന് പറയാം. സിംഹത്തിന് സിംഹഹ എന്നും, പിന്നെ കുറുക്കനുണ്ട് ജംബൂക എന്ന് പറയാം. മാനുണ്ട്, മാനിന് എന്ത് പറയും? മൃഗഹ എന്ന് പറയും. ഇനി കുരങ്ങനോ വാനരഹ എന്ന് പറയാം. ഇനി സാഭിനയം കഥാം അവതാരയതു. അഭിനയിച്ച് കാണിച്ചിട്ട് ഈ കഥയെ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയണത്. സാഭിനയം കഥാം അവതാരയതു എന്ന്. ഇനി കോഷ്ഠകാത് പക്ഷിമൃഗാദീനാം നാമാനി സ്വീകൃത്യ ചിത്രസ്യ അധഃ ലിഖതു. കോഷ്ഠകം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാക്കറ്റിൽ നിന്ന് പക്ഷിമൃഗാദികളുടെ പേരുകളൊക്കെ എടുത്തിട്ട്, ഈ ബ്രാക്കറ്റിൽ എന്താ കൊടുത്തേക്കണേ? പക്ഷിമൃഗാദികളുടെ പേരുകളാണ്. അപ്പോൾ ആ പേരുകൾ എടുത്തിട്ട് കറക്റ്റ് പിക്ചറിൻ്റെ താഴെ അത് എഴുതാനാണ് പറയണത്. അപ്പോൾ ആദ്യത്തെ പിക്ചർ എന്താണ്? ആനയാണ്. ആനയ്ക്ക് എന്താ പറയുക? നമുക്കിവിടെ ബ്രാക്കറ്റ് വായിച്ചു നോക്കാം. ശശകഹ മുയലാണ്, ജംബുകഹ കുറുക്കനാണ്, ബകഹ കൊക്കാണ്, ഹരിണഹ മാനാണ്, മാർജാരഹ പൂച്ചയാണ്, ഋഷഭഹ കാളയാണ്, ഭേകഹ തവളയാണ്, ഗജഹ അവസാനം എഴുതിയിട്ടുള്ള ഗജഹ അതാണ് ആന. അപ്പോൾ ഗജഹ എന്നിവിടെ എടുത്തെഴുതാം. ഇനി അടുത്തത് എന്താണ്? കാളയുടെ പടമാണ്. അപ്പോൾ കാളയ്ക്ക് എന്താണ് പറയുക? ഋഷഭഹ. അപ്പോൾ അത് എഴുതണം. ഇനി മുയലിനോ ശശകഹ, അതെഴുതണം. കൊക്കിന് ബകഹ, അതെഴുതണം. പൂച്ചയ്ക്ക് മാർജാരഹ, അതെഴുതണം. കുറുക്കനോ ജംബുകഹ, അതെഴുതണം. തവളയ്ക്കോ ഭേകഹ, അതെഴുതണം. അതുപോലെ മാനിന് എന്താണ്? ഹരിണ. മൃഗഹ എന്ന് പറയും, ഹരിണഹ എന്ന് പറയും മാനിന്. അപ്പോൾ അതെടുത്തെഴുതി കഴിഞ്ഞാൽ അടുത്ത പഠന പ്രവർത്തനം നോക്കുകയാണെങ്കിൽ ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകെ ലിഖതു. ടിപ്പണി പുസ്തകം എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക്, ലിഖതു എന്ന് പറഞ്ഞാൽ എഴുതൂ. അപ്പോൾ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറയണത്. എന്താണ് എഴുതേണ്ടത്? നൂതന പദാനാം അർത്ഥം, പുതിയ പദങ്ങളുടെ അർത്ഥം എടുത്ത് എഴുതാനാണ് പറയണേ. ശബ്ദകോശം ശബ്ദകോശം എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി നോക്കിയിട്ട് പുതിയ പദങ്ങളൊക്കെ എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് എഴുതാനാണ് പറയണത്. അപ്പോൾ ഇവിടെ 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്.
അട്ടത്തി എന്ന് പറഞ്ഞാൽ ഭ്രമതി, ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. അതഹ എന്ന് പറഞ്ഞാൽ തസ്മാത്, അതുകൊണ്ട് എന്നർത്ഥം. ഇനി ഇവിടെ മൃഗാണാം ചിത്രാണി സഞ്ചിത്യ ചിത്രപദകോശം നിർമ്മാതു. ചിത്രപദകോശം ഉണ്ടാക്കാനാണ് പറയണത്. അതായത് ഒരു ആൽബം എന്ന് പറയാം. അതായത് മൃഗങ്ങളുടെയൊക്കെ പടങ്ങളൊക്കെ ഒട്ടിച്ചിട്ട്, ആനിമൽസിൻ്റെ പടങ്ങൾ ഒട്ടിച്ചിട്ട് അവയ്ക്ക് എന്താണ് സംസ്കൃതത്തിൽ പറയുക എന്ന് അതിൻ്റെ അടിയിൽ എഴുതി വയ്ക്കുക. അങ്ങനെ ഒരു ആൽബം ഉണ്ടാക്കാനാണ് പറയണത്. മൃഗാണാം ചിത്രാണി സഞ്ചിത്യ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് ചിത്രപദകോശം നിർമ്മാതു, ഒരു കുഞ്ഞൊരു ആൽബം ഉണ്ടാക്കാനാണ് പറയണത്. അപ്പോൾ ഇവിടെ സിംഹത്തിൻ്റെ പടം ഒട്ടിച്ചിട്ട് സിംഹ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ മുയലിൻ്റെ പടം ഒട്ടിച്ചിട്ട് ശശക എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് മൃഗങ്ങളുടെ ആനിമൽസിൻ്റെ പടങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് അടിയിൽ അവയുടെ പേരുകൾ സംസ്കൃതത്തിൽ എന്താണ് അതിന് പറയുക എന്ന് എഴുതാനാണ് പറയണത്. ഇനി അടുത്തത് ചിത്രാനുസാരം ക്രിയാപദാനി യോജയതു. ക്രിയാപദങ്ങളെ കറക്റ്റായിട്ട് അതിൻ്റെ സ്ഥാനത്ത് എഴുതാനാണ് പറയണത്. ക്രിയാപദങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? ക്രിയയെ ബോധിപ്പിക്കുന്ന പദങ്ങൾ. ക്രിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നൃത്യതി എന്ന് പറയുമ്പോൾ നൃത്തം ചെയ്യുന്നു, അതൊരു ക്രിയയാണല്ലേ, നമ്മൾ ചെയ്യുന്നൊരു ക്രിയയാണ്. അപ്പോൾ നൃത്യതി എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയാപദമാണ്. ക്രിയയെ നൃത്തം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു ക്രിയയാണ്. ഗർജതി, ഗർജിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയയാണ്. പശ്യതഃ, നോക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയയാണ്. ധാവതി, ഓടുന്നു, അതൊരു ക്രിയയാണ്. ചലതഃ, ചലതഃ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നു, അതൊരു ക്രിയയാണ്. ഖാദതഃ എന്ന് പറഞ്ഞാൽ കഴിക്കുന്നു, അതും ഒരു ക്രിയയാണ്. അപ്പോൾ ഈ പ്രവൃത്തികളെയാണ് എന്ത് പറയുന്നത്? ക്രിയ എന്ന് പറയണത് അല്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓരോ ബ്രാക്കറ്റിലുള്ള ക്രിയാപദങ്ങളെ എടുത്തിട്ട് അവിടെ എഴുതണം. ഇപ്പോൾ സിംഹ ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു. സിംഹം എന്താ ചെയ്യണേ? ഗർജിക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ക്രിയാപദത്തിലുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നൃത്യതി കഴിഞ്ഞാൽ ഗർജതി ഉണ്ട്. ഗർജതി, ഗർജിക്കുന്നു. അപ്പോൾ സിംഹ ഗർജതി എന്നവിടെ എടുത്തെഴുതുക. ഇനി ഗജൗ, ഗജൗ എന്നെന്താ പറഞ്ഞേ? സിംഹവും എന്ന് പറഞ്ഞില്ലല്ലോ, ഗജൗ എന്ന് പറയുകയും ചെയ്തു. അപ്പം എന്താ? രണ്ടാനയുണ്ട്, ഒരു സിംഹമേ ഉള്ളൂ, അതുകൊണ്ട് സിംഹ എന്ന് പറഞ്ഞു. രണ്ട് സിംഹം ഉണ്ടെങ്കിൽ സിംഹവും എന്ന് പറഞ്ഞേനെ. അപ്പോൾ ഇവിടെ രണ്ടാനയുള്ളതുകൊണ്ട് ദ്വിവചനാണ്, ഗജൗ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാനകൾ എന്നർത്ഥം കിട്ടി. രണ്ടാനകൾ എന്താ ചെയ്യണത്? എന്താ ചെയ്യണത്? നോക്കുകയാണ് അല്ലേ. നോക്കുകയാണോ അതോ ചലിക്കുകയാണോ? ചലിക്കുകയാണ്, ഇങ്ങനെ നടക്കുകയാണ് അല്ലേ, ചലിക്കുകയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചലതഹ എന്ന് എഴുതണം, ചലതഹ. അപ്പോൾ എന്താണ്? ചലതി എന്ന് വന്നില്ലല്ലോ. എന്താ ചലതി എന്ന് വരാഞ്ഞേ? സിംഹ ഗർജതി എന്ന് വന്നു, പക്ഷെ ഗജൗ ചലതഹ എന്നേ വന്നുള്ളൂ. കാരണം രണ്ടാനകൾ ചലിക്കുന്നതുകൊണ്ട് ചലതി എന്ന് പറയാൻ പറ്റില്ല. ഒരാനയുള്ളൂ വെച്ചാൽ ചലതി എന്ന് പറയാം. രണ്ടാനയുള്ളതുകൊണ്ട് ചലതഹ എന്ന് ദ്വിവചനം പറയണം. അപ്പോൾ ഗജൗ ചലതഹ എന്ന് പറയണം. ഇനി അടുത്തത് മയൂരാഹ, മയിലെന്താ ചെയ്യണേ? നൃത്തം ചെയ്യണോ? അപ്പോൾ നമുക്ക് കിട്ടി നൃത്യതി. ഒരു മയിലേ ഉള്ളതുകൊണ്ട് നൃത്യതി എന്ന് പറഞ്ഞു. അപ്പോൾ മയൂരഹ നൃത്യതി എന്ന് കിട്ടി. ഇനി രണ്ട് മയിലുകളാണ് നൃത്തം ചെയ്യണത് വെച്ചാലോ മയൂരൗ നൃത്യതഹ എന്ന് വേണ്ടി വന്നേനെ. ഇവിടെ അത് വേണ്ട, ഒരു മയിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മയൂരഹ നൃത്യതി. ഇനി അടുത്തെന്താ? ശശകൗ, രണ്ട് മുയലുകൾ എന്താ ചെയ്യണേ? ക്യാരറ്റ് തിന്നാണ്. അപ്പോൾ അവിടെ എഴുതണം ശശകൗ ഖാദതഹ എന്നെഴുതണം. രണ്ട് മുയലുള്ളതുകൊണ്ട് ശശകൗ എന്ന് വന്നു. രണ്ടാൾ കഴിക്കണോണ്ട് ക്രിയയിലും എങ്ങനെ വന്നു? ഖാദതഹ എന്ന് വന്നു. ഇപ്പോൾ ഒരു മുയലാണ് കഴിക്കണുള്ളൂ വെച്ചാൽ എന്തായിരിക്കും പറയേണ്ടി വരിക? ശശകഹ ഖാദതി എന്ന് പറഞ്ഞാൽ മതി. മുയൽ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ രണ്ട് മുയലുള്ളതുകൊണ്ട് ശശകൗ ഖാതതഹ ഖാദതഹ എന്ന് പറയണം. അതായത് രണ്ട് മുയലുകൾ കഴിക്കുന്നു എന്നർത്ഥം അപ്പോഴേ കിട്ടുള്ളൂ. ഇനി ഹരിണഹ, ഹരിണൻ മാനെന്താ ചെയ്യണേ? ഓടുന്നു അല്ലേ. ഓടുന്നു എന്നുള്ള ക്രിയാപദമാണ് ധാവതി. ഹരിണഹ ധാവതി.
ഇനി 2 മാനുകൾ ഓടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയേണ്ടി വരിക? ഹരിണൗ ധാവതഃ എന്ന് പറയേണ്ടി വന്നേനെ. ഇവിടെ ഒരു മാനയുള്ളത് അതുകൊണ്ട് ഹരിണഃ ധാവതി എന്ന് പറയാം. ഇനി അടുത്തത് ശൃഗാലൗ. 2 കുറുക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകയാണല്ലേ. അപ്പോൾ പശ്യതഃ എന്നെഴുതണം. ശൃഗാലൗ പശ്യതഃ. 2 കുറുക്കന്മാർ നോക്കുന്നു എന്ന് കിട്ടും. ഇനി ഒരു കുറുക്കനെ നോക്കുള്ളൂ എന്ന് വെച്ചാൽ എന്താ എഴുതുക? ശൃഗാലഃ പശ്യതി എന്നെഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പഠന പ്രവർത്തനം. ഇനി ഗ്രന്ഥാൻ തേഷാം കർത്തॄൻ ച പഠിത്വാ പ്രശ്നോത്തരകേളിം കരോതു. ഇവിടെ ഒരു പെട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ 1ാമത്തെ പെട്ടിയിൽ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ബുക്ക്. 2ാമത്തെ പെട്ടിയിൽ കർത്ത, അതായത് അത് ആരാ എഴുതിയത്, ഓതർ കൊടുത്തിരിക്കുന്നു. 1ാമത്തെ പെട്ടിയിൽ ചില ബുക്കുകളുടെ പേരും 2ാമത്തെ പെട്ടിയിൽ അത് ആരാ എഴുതിയെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കണം. ഇപ്പോൾ പഞ്ചതന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു കഥാപുസ്തകമുണ്ട്. ഒരുപാട് കഥകളുണ്ട് അതിൽ. പഞ്ചതന്ത്രം അതെഴുതിയത് ആരാണ്? വിഷ്ണു ശർമ്മയാണ് എഴുതിയത്. ഇനി രാമായണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിഹാസമുണ്ട്. എന്താണ് അത്? ആദ്യത്തെ കാവ്യമാണ്. ആദികാവ്യം എന്നറിയപ്പെടുന്നതാണ് രാമായണം. ആ രാമായണം എഴുതിയത് ആരാണ്? വാൽമീകിയാണ്. അപ്പോൾ ആദികാവ്യം എഴുതിയോണ്ട് തന്നെ ആദികവി എന്നറിയപ്പെടുന്നത് വാൽമീകിയാണ്. ഇനി മഹാഭാരതം, മറ്റൊരു ഇതിഹാസമാണ് മഹാഭാരതം. മഹാഭാരതം എഴുതിയത് ആരാണ്? വേദവ്യാസനാണ്. ഇനി രഘുവംശം എന്ന് പറയുന്ന ഒരു കാവ്യമുണ്ട്, മഹാകാവ്യമുണ്ട് സംസ്കൃതത്തിൽ. അതാരാണ് എഴുതിയത്? കാളിദാസനാണ് എഴുതിയത്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി? അധിഗതാഹ അംശാഹ എന്തൊക്കെ നമുക്ക് കിട്ടി? കഥായാഹ ആശയം അവഗച്ഛത്, കഥയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി. ഉചിത വർണ്ണലേപനം അകരോത്, കറക്റ്റായിട്ട് നല്ല കളറൊക്കെ കൊടുത്തു. ഒരു പടം തന്നിട്ട് കളർ കൊടുക്കാൻ പറഞ്ഞില്ലേ. സാഭിനയം കഥാം അവാതരത്, പിന്നെ ക്ലാസ്സിൽ കഥയെ നല്ലോണം അഭിനയിച്ച് അവതരിപ്പിക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് ചെയ്തു എന്ന് പറയണു. ജീവജാലാന നാമാനി അവദത് അലിഖത് ച, പല ജീവജാലങ്ങളുടെ പേര്, മൃഗങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു എഴുതി. നൂതന പദാനാം അർത്ഥം അലിഖത്, പുതിയ പദങ്ങളെ കണ്ടുപിടിച്ച് അർത്ഥം എഴുതി. ചിത്രപദകോശം നിരമാത്, ഒരു ആൽബം ഉണ്ടാക്കി മൃഗങ്ങളുടെ പടക്കൊട്ടിച്ച്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്തു എന്ന് പറയാൻ. ആൽബം ഒട്ടിച്ച് മൃഗങ്ങളുടെ പടം ഒട്ടിച്ച് അതിൻ്റെ താഴെ സംസ്കൃതത്തിൽ എന്താണ് ആനിമൽസിനെ പറയാമെന്ന് എഴുതി. ലട്ലകാരസ്യ പ്രഥമപുരുഷസ്യ ഏകവചന ദ്വിവചന രൂപാണി വിവിച്ച് അലിഖത്. ലട്ട് ലകാരം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലമാണ്, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പം മയൂരഹ നൃത്യതി എന്ന് പറയുമ്പോൾ ഇപ്പം നടക്കുകയാണ്, മയിൽ നൃത്തം ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ പറയാൻ പഠിച്ചു. ഇനി അത് ദ്വിവചനത്തിലാണെങ്കിൽ എങ്ങനെയാണെന്നും പറയാൻ പഠിച്ചു. ഇങ്ങനെയാ മയൂരൗ നൃത്യതഃ, 2 മയിലുകൾ നൃത്തം ചെയ്യുന്നു. അങ്ങനെ ഏകവചനവും ദ്വിവചനവും പഠിച്ചു. പ്രശ്നോത്തര കേളിയും അകരോത്, ചോദ്യോത്തര കേളി ചെയ്തു എന്ന് പറയണു. അതായത് ഇവിടെ നമ്മൾ കുറച്ച് ടെക്സ്റ്റ് ബുക്സും അവയുടെ ഓതേഴ്സിനെയും പറഞ്ഞു. ഇപ്പോൾ പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ, രാമായണം വാൽമീകി, മഹാഭാരതം വേദവ്യാസ, രഘുവംശ കാളിദാസ എന്നൊക്കെ പഠിച്ചതിന് ശേഷം ഒരു പ്രശ്നോത്തര കേളി, അതായത് ക്വിസ് നടത്താനാണ് പറയുന്നത്. ഒരാൾ ചോദ്യം ചോദിക്കുക, മറ്റൊരാൾ ഉത്തരം പറയുക, അങ്ങനെ. അതായത് പഞ്ചതന്ത്രസ്യ കർത്താകഹ എന്ന് ചോദിക്കാം. പഞ്ചതന്ത്രം എഴുതിയത് ആരാണ്? അപ്പോൾ പറയണം പഞ്ചതന്ത്രസ്യ കർത്ത വിഷ്ണു ശർമ്മ ഭവതി. പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മ ആണ്. ഇനി ആദികവിഹി കഹ എന്ന് ചോദിക്കാം. ആദികവി ആരാണ്? അപ്പോൾ വാൽമീകി എന്ന് പറയാം. ഇനി ആദികാവ്യം കിം, എന്താണ് ആദ്യത്തെ കാവ്യം എന്ന് ചോദിച്ചാൽ രാമായണം എന്ന് പറയാം. ഇനി മഹാഭാരതസ്യ കർത്താകഹ എന്ന് ചോദിക്കാം. മഹാഭാരതം എഴുതിയത് ആരാണ്? വേദവ്യാസ എന്ന് പറയാം. ഇനി രഘുവംശസ്യ കർത്താകഹ, രഘുവംശം എഴുതിയതാണ്, അപ്പോൾ ആരാണ്? കാളിദാസ എന്ന് ഉത്തരം പറയാം. അങ്ങനെ ചോദ്യോത്തര കേളി ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പാഠം പഠിച്ചതോടുകൂടി ചെയ്തു. ഇനി അനുബന്ധമാണ്. അതായത് ദൃശ് ധാതു പരസ്മൈപതി ലട്ട്. ദൃശ് എന്ന് പറയുന്ന ഒരു ധാതു ഉണ്ട്, ഒരു റൂട്ട് ഉണ്ട്. ആ റൂട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൊരു വാക്കാണ്, ക്രിയാപദമാണ് പശ്യതി എന്നുള്ള ക്രിയാപദം.
അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നോക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ കാണുന്നു എന്നാണ്. അപ്പോൾ ലട്ടാണ്. ലട്ട് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലമാണ്, ഇപ്പം നടക്കുന്നതാണ്. അതെങ്ങനെ പഠിക്കാം? പശ്യതി, പശ്യതഃ, പശ്യന്തി, പശ്യസി, പശ്യഥഃ, പശ്യഥ, പശ്യാമി, പശ്യാവഹ, പശ്യാമഹ. അപ്പം ഇതിലാദ്യത്തെ, അതായത് പ്രഥമ പുരുഷൻ ഏകവചനവും ദ്വിവചനവും നമ്മൾ പഠിച്ചു. ഇപ്പോൾ ശൃഗാലഹ പശ്യതി എന്ന് പറഞ്ഞാൽ കുറുക്കൻ നോക്കുന്നു അല്ലെങ്കിൽ കുറുക്കൻ കാണുന്നു എന്നർത്ഥം. ശൃഗാലൗ പശ്യതഃ എന്ന് പറഞ്ഞാൽ 2 കുറുക്കന്മാർ കാണുന്നു എന്നർത്ഥം. ഇനി ശൃഗാലാഹ പശ്യന്തി, കുറേ കുറുക്കന്മാർ കാണുന്നു എന്ന് പറയുമ്പോൾ ബഹുവചനത്തിലുള്ള ആദ്യത്തെ രൂപം പഠിക്കണം. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം പ്രഥമ പുരുഷനിലെ ഏകവചനവും ദ്വിവചനവുമാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ പശ്യതി വെച്ച് വേറെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആന കാണുന്നു എന്ന് പറയുകയാണെങ്കിൽ പ്രഥമ പുരുഷൻ ഏകവചനം പറയണം, അതായത് ഗജഹ പശ്യതി എന്ന് പറയണം. ഇനി 2 ആനകൾ കാണുന്നു എന്ന് പറയണമെങ്കിൽ പ്രഥമ പുരുഷൻ ദ്വിവചനം പറയണം, ഗജൗ പശ്യതഃ എന്ന് പറയണം. ഇനി മയിൽ കാണുന്നു എന്ന് എങ്ങനെയാണ് പറയുക? ഒരു മയിൽ കാണുന്നു എന്ന് പറയുമ്പോൾ പ്രഥമ പുരുഷൻ ഏകവചനത്തിൽ മയൂരഹ പശ്യതി എന്ന് പറയണം. 2 മയിലാണ് കാണുന്നതെന്ന് വെച്ചാലോ മയൂരൗ പശ്യതഃ എന്ന് ദ്വിവചനത്തിൽ പറയണം. അപ്പോൾ പ്രഥമ പുരുഷൻ ഏകവചനം ദ്വിവചനം മാത്രമാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇനി അടുത്തത് വനശബ്ദമാണ്. വനം എന്ന് പറഞ്ഞാൽ കാട്, വനശബ്ദമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഉരുവിട്ട് പഠിക്കണം. അകാരാന്ത നപുംസകലിംഗ വനശബ്ദ. അകാരാന്തമാണ്, ആ എന്ന് അവസാനിക്കുന്ന ശബ്ദമാണ് വനശബ്ദം. നപുംസകലിംഗമാണ്. സംസ്കൃത ഭാഷയിൽ 3 ലിംഗങ്ങളുണ്ട്, പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. അപ്പോൾ അതിൽ നപുംസകലിംഗമാണ് വനശബ്ദം. അപ്പോൾ അതിന് 7 വിഭക്തികൾ പറയുന്നു. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി. പിന്നെ സംബോധന പ്രഥമ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടിയുണ്ട്. പിന്നെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉരുവിട്ട് പഠിക്കുക? വനം വനേ വനാനി, ഹേ വന, ഹേ വനേ, ഹേ വനാനി, വനം വനേ വനാനി, വനേന വനാഭ്യാം വനൈഃ, വനായ വനാഭ്യാം വനേഭ്യഃ, വനാത് വനാഭ്യാം വനേഭ്യഃ, വനസ്യ വനയോഃ വനാനാം, വനേ വനയോഃ വനേഷു എന്നിങ്ങനെയാണ്. അപ്പോൾ ഇതിന് ഓരോന്നിനും അർത്ഥമുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രഥമയ്ക്ക് ഇന്ന അർത്ഥം, ദ്വിതീയയ്ക്ക് ഇതാണ് അർത്ഥം, തൃതീയയ്ക്ക് ഇതാണ് അർത്ഥം, ചതുർത്ഥിക്ക് ഇതാണ് അർത്ഥം, പഞ്ചമിക്ക് ഇതാണ് അർത്ഥം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ എവിടെയാണ് വനം വന്നിരിക്കണതെന്ന് നോക്കാം. പാഠഭാഗത്തിൽ ഏകത്ര കിഞ്ചന വനം അസ്തി, വനം അസ്തി എന്നാണ് പറയണത്. അപ്പോൾ അത് പ്രഥമ വിഭക്തി ഏകവചനമാണ്. വനം അസ്തി. വനം പ്രഥമ വിഭക്തിയുടെ അർത്ഥം അത് തന്നെയാണ്, അതായത് വനം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ വനം അസ്തി എന്ന് പറഞ്ഞാൽ കാടുണ്ട് എന്ന് പറയാം. ഇനി 2 കാടുകളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ വനേ സ്തഹ എന്ന് പറയേണ്ടി വരും. 2-ലധികം കാടുകളുണ്ടെന്ന് പറയുകയാണെങ്കിൽ വനാനി സന്തി എന്ന് പറയേണ്ടി വരും. അപ്പം അങ്ങനെയാണ്, ഓരോ വിഭക്തിക്കും അർത്ഥങ്ങളുണ്ട്. ഇനിയിപ്പോൾ ദ്വിതീയ വിഭക്തിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതിനെ എന്നാണ് അർത്ഥം. വനം എന്ന് പറഞ്ഞാൽ ദ്വിതീയ ഏകവചനം വനം എന്ന് പറഞ്ഞാൽ വനത്തിനെ എന്നർത്ഥം കിട്ടും. ദ്വിവചനം എന്ന് പറയുമ്പോൾ വനേ, 2 വനത്തിനെ എന്നർത്ഥം കിട്ടും. ബഹുവചനം എന്ന് പറയുമ്പോൾ വനാനി, 2-ലധികം വനങ്ങളെ എന്നർത്ഥം കിട്ടും. അതുപോലെ ഓരോ വിഭക്തിക്കും ഓരോ അർത്ഥമുണ്ട്. ഏതർത്ഥത്തിലാണ് നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടി വരിക അപ്പോൾ എന്നതനുസരിച്ച് നമ്മൾ ഇഷ്ടമുള്ള വാക്കുകളെ അവിടെ നിന്ന് എടുക്കണം. ഇനി അമരകോശം നോക്കാം. വനം. വനം എന്നുള്ളതിന് പല പല വാക്കുകളുണ്ട്. വനം എന്നുള്ള അർത്ഥത്തിൽ തന്നെ കുറേ വാക്കുകളുണ്ട്. അമരകോശത്തിൽ പറയണു അടവ്യരണ്യം വിപിനം ഗഹനം കാനനം വനം. അടവ്യരണ്യം വിപിനം ഗഹനം കാനനം വനം. അതായത് അടവി എന്ന് പറഞ്ഞാലും കാടാണ്, അരണ്യം എന്ന് പറഞ്ഞാലും കാടാണ്, വിപിനം എന്ന് പറഞ്ഞാലും കാടന്, ഗഹനം, കാനനം, വനം, ഇതൊക്കെ എന്താണ്? കാടിൻ്റെ പര്യായങ്ങളാണ്. ഇനി സിംഹത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്?
സിംഹോ മൃഗേന്ദ്ര പഞ്ചാസ്യോ ഹര്യക്ഷ കേസരി ഹരി. അതായത് സിംഹ എന്ന് പറഞ്ഞാലും സിംഹമാണ്, മൃഗേന്ദ്ര സിംഹമാണ്, പഞ്ചാസ്യ ഹര്യക്ഷ കേസരി ഹരിഹി. ഇതിലേത് വാക്കെടുത്ത് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്താണ്? സിംഹം എന്നാണ്. നമുക്ക് ശബ്ദകോശം കൂടി ഒന്ന് നോക്കാം. ആദ്യം ടെക്സ്റ്റിലുള്ള വാക്ക് പറയണു, അതിനുശേഷം അതിൻ്റെ സംസ്കൃതം അർത്ഥം പറയണു, അതിനുശേഷം അതിൻ്റെ മലയാളാർത്ഥം പറയണു. അടത്തി, ഭ്രമത്തി, ചുറ്റിക്കറങ്ങുന്നു. അതഹ, തസ്മാത്, അതുകൊണ്ട്. അന്തഃ, അന്തർഭാഗേ, മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഉള്ളിൽ. അന്വിഷ്യ, അന്വേഷണം കൃത്വ, അന്വേഷിച്ചിട്ട്. അഹം, അഹം, ഞാൻ. ആഗച്ഛതി, ആയാതി, വരുന്നു. ആഗമിഷ്യതി, ആഗമനം കരിഷ്യതി, വരും. ഉച്ചൈഹി, ഉച്ചൈഹി, ഉറക്കെ. ഏകദാ, കദാചിത്, ഒരിക്കൽ. കുതഹ, കസ്മാത്, എന്തുകൊണ്ട്, എവിടെ നിന്ന്. കർത്തവ്യം, കരണീയം, ചെയ്യേണ്ടത്. കശ്ചന, ഏകഃ, ഒരുവൻ. കിഞ്ചന, കിഞ്ചിത്, ഏതോ ഒരു. ഗച്ഛാമി, യാമി, ഞാൻ പോകുന്നു. ഗർജതി, ഗർജനം കരോതി, ഗർജിക്കുന്നു. ഗുഹാന്തരം, അന്യത് കുഹരം, മറ്റൊരു ഗുഹ. ചിന്തയതി, ധ്യായതി, ചിന്തിക്കുന്നു. ജംബുകഃ, ശൃഗാലഃ, കുറുക്കൻ. തതഃ, തദനന്തരം, അതിനുശേഷം. തത്ര, തസ്മിൻ ദേശേ, അവിടെ. തദാ, തസ്മിൻ സമയേ, അപ്പോൾ. തിഷ്ഠാമി, സ്ഥിതിം കരോമി, ഞാൻ നിൽക്കുന്നു. ദദാതി, യച്ഛതി, കൊടുക്കുന്നു. ധാവതി, വേഗേന ഗച്ഛതി, ഓടുന്നു. നിലീയ, നിഗീര്യ, ഒളിച്ചിട്ട്. നിശ്ചയേന, നൂനം, തീർച്ചയായും. പശ്യതി, ഈക്ഷതെ, കാണുന്നു. പാദചിഹ്നാനി, പാദമുദ്രാഹ, കാലടിപ്പാടുകൾ. പൃച്ഛതി, പ്രശ്നം കരോതി, ചോദിക്കുന്നു. പ്രതിദിനം, ദിനം പ്രതി, ഓരോ ദിവസവും. പ്രത്യുത്തരം, പ്രതിഭാഷണം, മറുപടി. പ്രവിശ്യ, പ്രവേശം കൃത്വ, പ്രവേശിച്ചിട്ട്. ബുഭുക്ഷിതഃ, ബുഭുക്ഷാവാൻ, വിശക്കുന്നവൻ. ഭക്ഷണം, ഭോജനം, ഭക്ഷണം. വനം, കാനനം, കാട്. വസതി, വാസം കരോതി, താമസിക്കുന്നു. വദതി, ഭാഷത്തെ, പറയുന്നു. ശ്രുത്വ, ആകർണ്യ, കേട്ടിട്ട്. പരീക്ഷിതും, പരീക്ഷാം കർത്തും, പരീക്ഷിക്കുന്നതിന്. ഇത്ര അർത്ഥങ്ങൾ പറഞ്ഞു. ഇനി എന്താണ്? ബിന്ദൂൻ യോജയിത്വ ചിത്രം പൂർത്തീകരോതു. ഡോട്ടുകളെ യോജിപ്പിച്ചിട്ട്, ജോയിൻ ചെയ്യിച്ചിട്ട് എന്താണ് ഈ ചിത്രം കംപ്ലീറ്റ് ആക്കാനാണ് പറയണത്. വർണ്ണലേപനം അപി കരോതു, എന്നിട്ട് നല്ല ഭംഗിയിൽ കളർ കൊടുക്കാനാണ് പറയണത്. അങ്ങനെ നമ്മുടെ ഈ ഒരു അധ്യായം ഇവിടെ കഴിയാണ്. ധന്യവാദ.